ഭൂമി തട്ടിപ്പ് കേസിൽ കൊടുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ശ്രമിച്ചെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഡിജിപിക്ക് പരാതി നൽകി. കടകംപള്ളി സുരേന്ദ്രനെതിരെ ഡിജിപിക്ക് പരാതി നൽകി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. ഭൂമി തട്ടിപ്പ് കേസിൽ പെടുത്താനായി ഗൂഢാലോചന നടത്തിയതാണ് പരാതി. തന്റെ ഭൂമി ഇടപാട് കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ മധ്യസ്ഥനായിട്ടുണ്ടെന്നും പോറ്റിയുടെ പരാതിയിൽ വെളിപ്പെടുത്തുന്നു. പരാതിയുടെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അറസ്റ്റ് ഭീഷണി തൽക്കാലം ഒഴിഞ്ഞെന്ന് ആശ്വസിച്ചിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രന് തലവേദനയായി പുതിയ പരാതി. സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിശദമായ പരാതി ഡിജിപിക്ക് നൽകിയത്. പോറ്റി ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കഴക്കൂട്ടം സ്വദേശിനി പ്രതിഭ പോറ്റിക്കെതിരെ SITക്ക് പരാതി നൽകിയിരുന്നു. തന്റെ ഭൂമി തട്ടിയെടുത്തെന്നായിരുന്നു പരാതി. ഈ പരാതിക്ക് പിന്നിൽ കഴക്കൂട്ടം MLA ആയ കടകംപള്ളി സുരേന്ദ്രനാണെന്നാണ് പോറ്റി ആരോപിക്കുന്നത്. തന്നെ വീണ്ടും ജയിലിലാക്കി കടകംപള്ളിയിലേക്ക് ആരോപണവും അന്വേഷണവും വരുന്നത് ഒഴിവാക്കലാണ് ലക്ഷ്യമെന്നും പറയുന്നു. ഇതുകൂടാതെ കടകംപള്ളിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല അടുപ്പമെന്ന് സൂചിപ്പിക്കുന്ന പരാമർശങ്ങളും പരാതിയിലുണ്ട്. 2017 പ്രതിഭ എന്ന സ്ത്രീയുടെ 10 സെന്റ് സ്ഥലം താൻ വാങ്ങിയത്. പിന്നീട് ഇത് സംബന്ധിച്ച് സാമ്പത്തിക ഇടപാട് കേസായി. ഒടുവിൽ 2024 ഈ പ്രശ്നം പരിഹരിക്കാൻ കടകംപള്ളി ഇടനിലക്കാരനായി തുമ്പ പോലീസ് സ്റ്റേഷനിൽ വച്ച് ചർച്ച നടന്നിട്ടുണ്ടെന്നുമാണ് പരാതിയിൽ വെളിപ്പെടുത്തുന്നത്. പോറ്റിയുമായി പ്രത്യേക അടുപ്പമില്ലെന്ന കടകംപള്ളിയുടെ വാദം ഇതോടെ പൊളിയുകയാണ്.